ഇനി ഒരാള് വരാൻ പോവാണ്. നമ്മള് കൊറേ കാലമായി ഈ ആളെ കണ്ടിട്ട്. സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ സെക്കൻഡ് സീസണിലെ സെക്കൻഡ് റണ്ണറപ്പ് ആയിരുന്നു. ഇവിടുത്തെ ഒരു മെയിൻ ആളായിരുന്നു, ഒരു ഗുഡുഗുഡു കുട്ടിയായിരുന്നു. അതെ, നമ്മുടെ അക്ഷിത് കുട്ടനെത്തായിരുന്നു. MJ ഞങ്ങൾ അവൻ വരുമ്പോ പണ്ട് നമ്മള് തുമ്മി കാണിക്കുന്നു അക്ഷിത് എന്ന് പറയുന്നത്. അപ്പോ ഇവിടുത്തെ മെയിൻ ആളായിരുന്നു കേട്ടോ. എല്ലാത്തിനും ഉണ്ടാവും എപ്പോഴും. ഭയങ്കര അവന് നല്ല കവളുണ്ടായി. അപ്പോ ഇതൊക്കെ കഴിഞ്ഞിട്ട് സെക്കൻഡ് സീസൺ ഒക്കെ കഴിഞ്ഞിട്ട് ഇവൻ ഒരിടയ്ക്ക് വന്നു, ടോപ്പ് സിംഗറിലേക്ക് വന്നു. അപ്പൊ വന്നപ്പോ ഞാൻ ഓർക്കുന്നു, ഞാനും മധുവങ്ങളും പറഞ്ഞു, അയ്യോ നിന്റെ കവള് പോയടാ, ഞങ്ങൾക്ക് അപ്പൊ അവൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോ ചേച്ചി ഞാൻ നല്ല കവളൊക്കെ വെച്ചിട്ട് വരാന്ന്. പിന്നെ അവനെ ഞാൻ ഇപ്പഴാ കാണാൻ പോകുന്നത്. ഞാനും ഹായ് അക്ഷിത്, ഐ ആം ജെനീലിയ. നമുക്ക് ഡുവറ്റ് പാടി നോക്കണ്ടേ? നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലാത്ത സ്ഥിതിക്ക് ഞാനൊരു ടാസ്ക് തരട്ടെ. ഫൈൻഡ് മീ. എക്സ്ക്യൂസ് മീ, ഈ ജെനീലിയ ആരാ? ഇപ്പൊ അങ്ങോട്ട് പോയല്ലോ. ആണോ? ഓക്കെ. ജെനീലിയ അറിയോ? അതെ, ജെനീലിയ. ഓഹോ, എന്നാലും ഈ ജെനീലിയ ആരാ? മോളെ, ഈ ജെനീലിയ ആരാ? ഉണ്ടോ? കാണിച്ചു തരോ? വാ. ജെനീലിയ, ടാസ്ക് കംപ്ലീറ്റ് ആയില്ലേ? അപ്പൊ നമുക്ക് പാടി നോക്കിയാലോ? ഹായ് ജെല്ലിയ. നിന്റെ കുറുമ്പൊക്കെ മാറിപ്പോയാ? ഞാൻ നല്ലൊരു മനുഷ്യനായിട്ട് മാറിയോ? അതെ അതെ. ഓക്കെ. എല്ലാരും പറയാറുണ്ടോ നല്ല മനുഷ്യനാണെന്ന് കാണുമ്പോൾ? അത് പറയുമ്പോ അമ്മയെ നോക്കണേ, നല്ല മനുഷ്യൻ വരുന്നു. ആണോ? അതാ ഞാൻ ചോദിച്ചേ. അമ്മക്ക് ഇഷ്ടപ്പെട്ടില്ലേ? വീട്ടില് നല്ല മനുഷ്യനാണോ? നല്ല കുട്ടിയാ സർ. പുറത്തു വന്നേലും അകത്താന്നേലും നല്ല കുട്ടിയാ. ആണോ? ഓക്കെ. നമുക്കറിയാലോ, പ്രീസൺ ആൻഡ് ജെനീലിയ അക്ഷിത്തിനോട് പാടാനുള്ള ഒരു അവസരം കിട്ടിയല്ലേ? ഒരു നല്ലൊരു മനുഷ്യന്റെ കൂടെ ജെന്റിൽമാന്റെ കൂടെ. ജെന്റിൽമാന്റെ കൂടെ. അതെ. എങ്ങനെയുണ്ടായിരുന്നു റിഹേഴ്സലൊക്കെ? ആള് ഭയങ്കര സൈലന്റ് ആയിരുന്നു ആദ്യം വന്നപ്പോ. കുറച്ചുകൂടെ നേരത്തെ ഭയങ്കര വയലന്റ് ആയിരുന്നു. ഞാൻ ചോദിക്കാൻ ചെയ്തു ഇൻട്രോവേർട്ട് ആണോ? സൈലന്റ് ആയി ആംബിവേർട്ട് ആണ്. ഇൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ടിന്റെയും ഇടയിലുള്ളതാണ് ആംബിവേർട്ട്. വാക്ക് കിട്ടിയത്. ന്യൂ വേർഡ് അൺലോക്ക്. അപ്പൊ അവന്റെ പാട്ട് ഇന്ന് അൺലോക്ക് ചെയ്യാൻ പോവാണ്. നമ്മളെന്താണ് അൺലോക്ക് ചെയ്യാൻ പോണ ജെനീലിയ? പാട്ട്. ഏത് പാട്ടാ? കണ്ണിൽ കണ്ണിൽ കനവലിഞ്ഞ്. എനിക്കും അതൊരു വൈബാണ് ആ പാട്ടിന്, ഒരു പ്രത്യേക ഫ്ലേവർ ആണ്. ഫാൻസ് ഉണ്ടോ അക്ഷത്തിനോ? ഡാൻസോ? ഫാൻസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആരാധികമാർ ഉണ്ടോ? ഓ അങ്ങനെ കാണുമായിരിക്കും സർ. കണ്ടുപിടിച്ചില്ലേ? അമ്മയോട് ചോദിക്കണം അതും. അമ്മയോട് ചോദിക്കണ്ട. പറഞ്ഞാലോ? ജെനീലിയസ്, അപ്പൊ പ്രാക്ടീസ് ഒക്കെ പെർഫെക്റ്റ് അല്ലേ? അപ്പൊ നന്നായിട്ട് വരട്ടെ. ഡീറ്റെയിൽസ്. മൂവി സീതാരാമം, വർഷം 2022, ലിറിക്സ് അരുൺ അലത്ത് സർ, മ്യൂസിക് അരുൺ ആലാട്ട്. വിശാൽ ചന്ദ്രശേഖർ സർ, പാടിയത് ഹരിശങ്കർ സാറും സിന്ധൂരി മാം. മ്യൂസിക് ആണ് വിശാൽ ചന്ദ്രശേഖർ. അരുൺ ആലാട്ട് ചേട്ടന്റെ ഒരുപാട് ദർശന എന്ന് പറഞ്ഞ പാട്ട് ഇസ് ഓൾവേസ് എവറിബഡീസ് ഫേവറേറ്റ്. ഞാൻ എവിടെ മറ്റേ തെലുങ്ക് ഓഡിയൻസ് ഉള്ള സ്ഥലത്ത് എപ്പോ പോയാലും ആസ് എ മലയാളി എന്റെ അടുത്ത് ഈ പാട്ട് ഇങ്ങനെ പാടാൻ പറയും. ദർശന സർവം സദാ നിൻ സൗരഭം, ദർശന എൻ ജീവന സായുജ്യം, ദർശന സ്നേഹാമൃതം എന്നിലേകൂ ദർശന.
ബ്യൂട്ടിഫുൾ സോങ്. പിന്നെ അതുപോലെ ആ പാട്ട് ഹിഷാം ചേട്ടനാ പാടിയിരിക്കുന്നത്. എന്റെ ഫസ്റ്റ് മലയാളം സോങ് ഞാൻ ഹിഷാം ചേട്ടന് വേണ്ടിയിട്ടാണ് പാടിയത്, മധുരം എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. റിമെമ്പറിംഗ് ഹിം ഓൾസോ. ഹിഷാമിന്റെ അനിയനാണ്, വെരി വെരി ഗുഡ് മ്യൂസിക് കമ്പോസർ ആണ്. ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ ഈ പാട്ടും എനിക്ക് ഇഷ്ടമാണ്, കേൾക്കാനായിട്ട് കൊതിച്ചിരിക്കുന്നു. പാടിക്കൊള്ളൂ. ഓൾ ദി ബെസ്റ്റ്. രണ്ടുപേർക്കും ഓൾ ദ ബെസ്റ്റ്. കാലം നമ്മിൽ തന്നോരേ വരം, സുദീപ്തമേ സ്വയംവരം, സ്വപ്നം പോലെ നീ സമാഗമം, മനം മുഖം സുഹാസിതം, ഉയരുകളലയുന്നുവോ മുകിൽ കുഴഞ്ഞ മാരിയിൽ, ഇനി അനുരാഗമായി മധുരമറിഞ്ഞിടാൻ വിരലുകൾ കോർത്തിടാം, അരികിലിരുന്നിടാം സദാ. കണ്ണിൽ കണ്ണിൽ കനവലിഞ്ഞ കടലുപോലെ പ്രണയമായി ഈ സുദിനമാനന്ദമായി. കണ്ണിൽ കണ്ണിൽ കനവലിഞ്ഞ കടലുപോലെ പ്രണയമായി ഈ സുദിനമാനന്ദമായി. തൊട്ടു തൊട്ടുന്നായി ചേർന്നിരിക്കാം, പാട്ടൊന്നു പാടിത്തരാം, നാളേറെയായി നമ്മൾ കാത്തിടുമീ മോഹങ്ങൾ പങ്കുവയ്ക്കാം, അനുപമ സ്നേഹലോലമോ നറുചിരി തൂകി നിന്നു നാം, ഇനി വരും പകലുമിരവും നിറയുമറിയൊരാൾ. നിറങ്ങളാൽ കണ്ണിൽ കണ്ണിൽ കനവലിഞ്ഞ കടലുപോലെ പ്രണയമായി ഈ സുദിനമാനന്ദമായി. കണ്ണിൽ കണ്ണിൽ കനവലിഞ്ഞ കടലുപോലെ പ്രണയമായി ഈ സുദിനമാനന്ദമായി. ഒരു പുഴയായൊഴുകുവാൻ ദിശകൾ തേടി നാം പുതുശലഭമതെന്ന പോൽ വനികൾ തേടി നാം പുലരിയിലെത്ര മാത്രകൾ ഇരുമനമും ചേർന്നിടാം പലവൊരു തനിയെ ഉണരും പ്രണയ കാവ്യമായി ഇതാ ഇതാ. കണ്ണിൽ കണ്ണിൽ കനവലിഞ്ഞ കടലുപോലെ പ്രണയമായി ഈ സുദിനമാനന്ദമായി. കണ്ണിൽ കണ്ണിൽ കനവലിഞ്ഞ കടലുപോലെ പ്രണയമായി ഈ സുദിനമാനന്ദമായി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി നൈസ്. താങ്ക് യു ചേച്ചി. ഈ സോങ് സെലക്ഷൻ ജനലിയുടെ പേഴ്സണൽ സെലക്ഷൻ അല്ലേ? ഞാൻ ഈ പാട്ടേ ശരിക്കും അത്രയും കേട്ടിട്ടില്ല. ഈ പാട്ട് അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഒരാളുടെ സെലക്ഷൻ ആണെന്ന് എനിക്ക് മനസ്സിലായി. അയ്യോ ഒരാൾ ഇരിക്കുന്നുണ്ട്. അച്ഛനല്ല, പിന്നാരാ? അനുരാഗ വിലോചനായിട്ട് ഒരാൾ അവിടെ ഇരിപ്പുണ്ട് അകത്ത്. അകത്ത്. അനുരാഗേഷ്. പുറത്തല്ല. അനുരാഗേഷ്. അനുരാഗേഷ്. രാകേഷങ്ങൾ പറയുകയും ചെയ്തു, നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാന്ന് എങ്ങനെ പറയാം. ഇഷ്ടപ്പെടാതിരിക്കും? ഇനി മുതൽ അനുരാഗേഷ് എന്നാ വിളിക്കണേ. അനുരാഗേഷ് നല്ല സമയം പോയാ സീസൺ കഴിഞ്ഞു. ഇപ്പൊ പ്രണയത്തിന് സീസണാ. അതെ. ഞങ്ങൾ എല്ലാരും വിചാരിച്ചു ചേട്ടനെയാണ്. അല്ല അല്ല അല്ല
അദ്ദേഹമാണെങ്കിൽ പഴയ പാട്ടുകളായിരിക്കും കൂടുതൽ. സെലക്ട് ചെയ്യാ. ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നൊരു പ്രണയ പ്രവാഹമായി വന്നു എന്നുള്ള പാട്ടൊക്കെയാണ് അദ്ദേഹത്തിന് പ്രണയം. അത് പ്രണയം വെള്ളച്ചാട്ടം പോലെയൊക്കെ പ്രണയ പ്രവാഹമൊക്കെയാണ്. So Akshit going to be awarded 200 on 100 today. And Praisen and Genelia going to be awarded 99.5. ജെൻലിയാണ് ഇന്ന് പെർഫോമർ ഓഫ് ദി ഡേ. താങ്ക് യു സർ. അത് ആ ഒരു അവാർഡ് കൊടുക്കാനായിട്ട് ജെൻലിയുടെ പ്രിയപ്പെട്ട മധു സാറിനെ. മധു അത് എപ്പോ ഞാൻ അതെ. ജനീലിയ കുട്ടിക്ക് വില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. അതെ, ജനീലിയ കുട്ടിയുടെ കൂടെ അക്ഷത്തിന്റെ കൂടെ ജനീലിയ പാടി ഈ പാട്ട് വളരെ വളരെ മനോഹരമാക്കി. അതിനെല്ലാം നന്ദി അറിയിക്കുന്നു. ഇങ്ങനെ ജനീലിയക്ക് ഈ ഒരു വില്ലി വൈറ്റിന്റെ ഗിഫ്റ്റ് ഹാമ്പർ കിട്ടാൻ സാധിച്ചത് അതിന് ഹെൽപ്പ് ചെയ്തത് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ജനീലിയ കലക്കി ഉഗ്രനായിട്ടുണ്ട്. പല്ലുകൾ തിളങ്ങുന്നുണ്ടല്ലോ. ഒരു പേസ്റ്റ് അക്ഷത്തിന് കൊടുക്കണം അല്ലേ? ഒന്ന് ഷെയർ ചെയ്താൽ നന്നായിരുന്നു. പാടിയതല്ലേ ഒരു ബ്രഷ്. അതെ, പല്ല് തേക്കാൻ മറക്കണ്ട അക്ഷിത്. അപ്പൊ താങ്ക് യു മധോക്കൾ, രണ്ടുപേർക്കും താങ്ക് യു. ബൈ. ഓക്കേടാ, ബൈ.